ത്തിന്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ കൂട്ടുകാരിയുടെ ഫോൺ വരുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരി പറയുന്നുണ്ട്, മീനാക്ഷി ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ വന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമായി. മീനാക്ഷി ഗോമതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഗോമതി ആണെങ്കിലും നല്ല സന്തോഷത്തോടെ ഒക്കെ തന്നെ ബാലനോട് കാര്യങ്ങൾ പറയും. ബാലനും സന്തോഷമാവും. അങ്ങനെ പഴയതുപോലെ എല്ലാവരും കൂടി പോകാൻ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി അപ്പം നമ്മുടെ ആര്യം വന്ന് നിൽക്കുന്നുണ്ട്. ആരൊക്കെ പോകണം എന്നുള്ളൊരു തീരുമാനമാവുന്നുണ്ട്. ആരൊക്കെ പോകണം എന്നുള്ള തീരുമാനമാവുന്ന സമയത്ത് നമ്മുടെ ആര്യനെയും മിത്രനെയും മാത്രം ഒഴിവാക്കുന്നുണ്ട്. ആകാശം പോകണ്ടെന്നാണ് പറയുന്നത്. ഒരാളെ മാത്രം ആക്കണ്ടെന്ന് വെച്ചിട്ട് ആകാശം വരണ്ട, മീനാക്ഷി ഞാനും ആനന്ദും ഗോമതി മാത്രം മതി എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയും ആനന്ദിനെ നമ്മുടെ മീനാക്ഷിക്ക് ഭർത്താവിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ആകാശിനെയും കൊണ്ടുപോകണം, ആകാശിനെ അവർ കണ്ടിട്ടുള്ളതല്ലേ. അപ്പം ആകാശിനെ ചോദിക്കും അച്ഛാന്ന് പറയും. എന്നാൽ ശരി, അന്ന് ആകാശം പോരട്ടെ എന്ന് പറയും. അപ്പം ആര്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും വേറെ ആരും പോരണ്ടെന്ന് പറയുമ്പോൾ ആര്യന് കാര്യം മനസ്സിലാവും. അപ്പം ആര്യൻ ചോദിക്കുന്നുണ്ട് ബാലനോട് ചെന്നിട്ട്, അപ്പം ഞാൻ പോരണ്ടല്ലേ എന്ന് ചോദിക്കും. ബാലൻ അതിനൊരു മറുപടിയും കൊടുക്കുന്നില്ല. നമ്മുടെ ആനന്ദിനും അതുപോലെ തന്നെ ഗോമതിക്കൊക്കെ വല്ലാത്ത വിഷമാവുന്നുണ്ട്. ഇത്രയ്ക്ക് വിഷമാവുന്നുണ്ട് ആര്യനെ ഒഴിവാക്കിയതിൽ. അപ്പം എന്തായാലും ഇത്ര ആൾക്കാർ പോയാൽ മതി എന്നും പറഞ്ഞ് ബാലൻ ആ തീരുമാനം എടുക്കണ്. അപ്പം മീനാക്ഷി ആര്യനെയും അതുപോലെ തന്നെ മിത്രനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. സാരില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര്യം പറയാതെ എനിക്ക് എങ്ങനെയെങ്കിലും അനന്തരൻ്റെ കല്യാണം നടന്നു കണ്ടാൽ മതി, ഞാൻ പോകുന്നില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണം പെണ്ണ് കാണാനല്ല എന്നെ കൊണ്ടുപോകേണ്ട, കല്യാണം കുറിക്ക് തന്നെ കല്യാണ നിശ്ചയത്തിന് എന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് നമ്മുടെ ആര്യം പറയുമ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം മീനാക്ഷിയൊക്കെ നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പൂവൊക്കെ വെച്ച് ആകാശം മീനാക്ഷി എല്ലാവരും കൂടെ പോകുന്നുണ്ട്. ഞാൻ ആര്യനും ഇത്രയും മാത്രം വീട്ടിലാവും. എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ടായിരുന്നു. പക്ഷെ പോവാതെ നിവർത്തില്ല, ബാലനനുസരിക്കാതെ നിവർത്തിയില്ല. അങ്ങനെ ഗോമതി പറയുന്നു നമ്മുടെ മിത്രനോട് പറയുന്നു അനുവിനെ കൊണ്ടുപോകണില്ല, ഇനിയിപ്പം മറ്റോ അവൾക്ക് വിഷമാവുണ്ടാന്ന് വിചാരിച്ചിട്ട് അനുവിനോട് പറയും നീ ഇവിടെ ഇരുന്നാൽ നിറപ്പം. അനു സമ്മതിക്കില്ല, പക്ഷെ അനുവിനെയും കൊണ്ടുപോയില്ല. അനു പറയും നീ ചേച്ചിക്ക് കൂട്ടിയിരിക്കണം ഇവിടെ എന്ന് അമ്മ പറയും. അങ്ങനെ അനു മിത്രയ്ക്ക് കൂട്ടിയിരിക്കാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ മിത്രനോട് പറയും ആര്യനും ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച് അങ്ങനെ അവർ പോകണ്. അങ്ങനെ അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാഴ്ച നമ്മുടെ അലോക് കാണുന്നുണ്ട്. അലോക് അപ്പം തന്നെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും രണ്ടുപേരെ കല്യാണം കഴിഞ്ഞ നിലയ്ക്ക് മൂത്തവൻ്റെ വിവാഹം തന്നെ ആവുള്ള അച്ഛാ, ഇന്ന വീട്ടിലാണ് നമുക്ക് അറിയണവരെന്ന് പറയും. അങ്ങനെ അച്യുതൻ എന്നാൽ പിന്നെ ഈ കല്യാണം മുടക്കിയിട്ടുള്ള കാര്യങ്ങളും തന്നെ അച്യുതൻ തീരുമാനിക്കുന്നു. അപ്പോഴത്തേനും പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണിനെ കണ്ട് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ആനന്ദിന് ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടീനെ ഇഷ്ടമായി, പെൺകുട്ടിക്കും ആനന്ദിനെ ഇഷ്ടമായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമായി. കല്യാണം ഉറപ്പിക്കാമെന്നുള്ള തീരുമാനം തന്നെയാവണ്. കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ച് എന്നാണ് കല്യാണ നിശ്ചയത്തിനുള്ള മുഹൂർത്തം ജ്യോത്സ്യനെ വിളിച്ച് ചോദിക്കാമെന്ന് പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ചായയൊക്കെ കുടിച്ചും കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കും. ജ്യോത്സ്യനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട് അച്ഛൻ പെൺകുട്ടിയുടെ. അതിനുശേഷമാണ് ഫോൺ വരുന്നത്. ആ ഫോൺ വരുന്നത് അച്യുതനായിരിക്കും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അവരുടെ വീട്ടിലെ 2 പേരെ കല്യാണം കഴിഞ്ഞു അനിയന്മാരുടെ. ചേട്ടൻ്റെ കല്യാണം കഴിയാത്തതിൻ്റെ കാരണം അവർ പറഞ്ഞില്ലേ, അവർ പറയില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ നിങ്ങളുടെ പെൺകുട്ടീനെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, ചെക്കനും ദോഷങ്ങളും പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കല്യാണം നടക്കാത്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആനന്ദിനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയും. അങ്ങനെ ജ്യോത്സ്യനെ വിളിക്കാൻ പോയ ആളെ കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരാം. ജ്യോത്സ്യനെ വിളിച്ചോ, ജ്യോത്സ്യനെ എന്ത് പറഞ്ഞെന്ന് ബാലൻ പറയും ഞങ്ങൾക്ക് ജ്യോത്സ്യനെ വിളിച്ചില്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. ബാലനും ചോദിക്കുന്നത് ഇത്ര നേരം ഇല്ലാത്തത് എങ്ങനെ, എത്ര പെട്ടെന്ന് നിങ്ങൾ എന്തിങ്ങനെ പറയണേന്ന് ചോദിക്കും. അകത്തേക്ക് പോയി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും മീനാക്ഷിയുടെ കൂട്ടുകാരി അതായത് പെട്ടിൻ്റെ അമ്മയ്ക്കും വിഷമാവും. നിങ്ങൾ എന്തീ പറയുന്നത്, നീ മിണ്ടരുതെന്ന് പറയും. സോറി, ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്ന് പറയും. അങ്ങനെ ആനന്ദാണ് ആദ്യം ഇറങ്ങിപ്പോകുന്നത്. ആനന്ദിന് വല്ലാത്ത വിഷമാവും, നാണക്കേടും അപമാനമൊക്കെ ആയി ആനന്ദ് നാണം കെട്ട് പോകും. പിന്നാലെ ആനന്ദിൻ്റെ പിള്ളേരെല്ലാം മീനാക്ഷിയും ഗോമതിയും മറ്റുള്ളവരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷി പറയും ചേച്ചി ഇങ്ങനെ വേണ്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഞങ്ങളെ വിളിച്ച് നാണം കെടുത്തിയെന്ന് മീനാക്ഷി ചോദിക്കും. അതിനുശേഷം ആനന്ദ് പറയും ഞാൻ നടന്ന് പൊക്കോളാം ജോലി സ്ഥലത്തേക്ക്, എനിക്ക് എന്തായാലും ജോലിക്ക് പോകണ്ടല്ലേ എന്ന് പറഞ്ഞ് ആനന്ദ് മനസ്സിലെ വിഷമം ഒളിപ്പിച്ചേച്ച് ആനന്ദ് പോകുമ്പോൾ ആനന്ദ് പോകാൻ പോവാണ്. അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ബാലനും ഗോമതിക്കും അതുപോലെ തന്നെ മീനാക്ഷിക്കും. അങ്ങനെ എല്ലാവരും നല്ല വിഷമത്തോടെ നിൽക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.